സുന്ദരിങ്ങി വന്നേ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്റെ അമ്മയും അച്ഛനെ നാട്ടിൽ നിന്ന് വന്ന് അനുവേട്ടന്റെ അമ്മയും അച്ഛനാണെ അച്ഛനെ അമ്മ ചിരിക്കാമേ എന്തെങ്കിലും. ഞങ്ങളപ്പോ ഇന്ന് ഇവിടെ വന്നിട്ട് 3-4 ദിവസമായി. വന്നിട്ട് ഞങ്ങൾ എവിടെയും പോയതേ ഇല്ല. അപ്പൊ ഇന്ന് ദാണ്ട് എവിടെ പുറത്തോട്ട് പോകാന്ന് വെച്ചാൽ ഞായറാഴ്ചയല്ലേ, എവിടെയും പോവല്ല, അമ്മേനെ കണ്ണ് കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ, അഗർവാൾ ഹോസ്പിറ്റലിന്റെ അങ്ങോട്ട് പോവാണ്. സോ വഴി ഞങ്ങൾ വൈശു കുഞ്ഞിപ്പുഴുമായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ യൂട്യൂബ് എടുക്കാൻ പാടില്ല, അവർ എഴുതിയിട്ടൊന്നും ഇല്ല. പക്ഷെ ഇതൊരു സിഗ്നൽ അല്ല, ഇവിടെ കൊണ്ടുപോയി നമ്മൾ വണ്ടിയുടെ താങ്ങാൻ പാടില്ല. കുറച്ച് ഫ്രണ്ട് വന്ന് ഇവിടെ എടുക്കണം യൂട്യൂബ്. ആ ഭാഗത്തായിട്ട് ഓട്ടി വരും, അത് 50 ഓട്ടി. അങ്ങനെ പണി പാടിയിരിക്കുന്നു ഗൈസ്. കാരണം ഡോക്ടർ അഗർവാൾ ഹോസ്പിറ്റൽ ഇന്ന് ഹോളിഡേ ആണ്, സൺഡേ ആണ്. സൺഡേ ഈസ് ഹോളിഡേ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. കാരണം ഡോക്ടേഴ്സ് ഒന്നുമില്ല, നമ്മൾ അറിഞ്ഞില്ല സൺഡേ ഹോളിഡേ ആണെന്നുള്ള കാര്യം. നമ്മൾ വിചാരിച്ച ഡോക്ടർ ആരെങ്കിലും ഒരാളെങ്കിലും കാണുമെന്ന്. അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് പിടിച്ചു അരവിന്ദ് ഹൈ ഹോസ്പിറ്റൽ. അരവിന്ദ് ഹൈ ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. തിരുനെൽവേലി, മധുര, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. പേരിട്ടൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ അഗർവാൾ ഹോസ്പിറ്റൽ നമ്മളെ വീടിൻ്റെ അടുത്തായതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഇനിയിപ്പോൾ അരവിന്ദ് ഹൈ ഹോസ്പിറ്റൽ നമ്മളെ വീടിൽ നിന്നൊരു 20 മിനിറ്റ്സ് അകലെയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഗൈസ് അതും അടച്ചിട്ടിരിക്കുകയാണെന്ന്. അവിടെ പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഡോക്ടേഴ്സ് ലീവാണ്. ഡോക്ടേഴ്സ് ഓൺലി ഫ്രം മൺഡേ ടു സാറ്റർഡേ 7 to 5 PM. പക്ഷേ സൺഡേ ഈസ് എ ഹോളിഡേ ഫോർ ദം. അങ്ങനെ ഞങ്ങളൊരു കരിമീൻ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് സൺഡേ ഞായറാഴ്ചയിൽ പുറത്തിറങ്ങിയിട്ട് ഒന്നും നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഒരു ഇത് കഴിച്ച്. എന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് കരിമീൻ ജ്യൂസും വെള്ളമൊക്കെ കുടിച്ചുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ കാരണം അത്രയും ചൂടാണ്. ഇവിടെ സൺസ്ക്രീൻ ഇടാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ടാൻ പിടിച്ച് പണ്ടാറടങ്ങിപ്പോകും. അങ്ങനെ ഞങ്ങൾ എങ്ങോട്ട് പോയി ഞങ്ങൾ ചിന്തിച്ചിരുന്നപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും റിലേറ്റീവ്സ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ആദ്യം ഞങ്ങൾ പോയത് അനുവേൻ്റെ കസിനെ കാണാനാണ്. കസിൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ ഒരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അത് ആക്ച്വലി അവിടെ നിന്ന് മധുരപോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ അവിടെ ഞങ്ങൾ ആദ്യം ചെന്നു. കസിനെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയത് അവിടെ ഒരു ചെറിയ അവരൊരു റെൻറ്റിന് വീടെടുത്ത് 2-3 ഫ്രണ്ട്സായിട്ടൊക്കെ അവിടെ നിന്ന്. അപ്പോൾ അവൾ അവിടെ നിന്നാണ് പഠിക്കുന്നത്. സോ കം ഓൺ, നമുക്ക് അങ്ങോട്ട് പോവാം. മനമാകെ നിറയും മഴവിൽ നീയാണേ, മധുരം തൂവും മഴയും നീയാണേ, കാതാകെ കേൾക്കും പാട്ടിൽ നീയാണേ, നീട്ടും വിരലുകളെന്നും ഞാനാണേ, ഞാൻ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചൂറുന്നു, മിഴിയിൽ നീ അകലെ എൻ കണ്ണിൽ കണിയായി. ഞങ്ങളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം സൺഡേ അല്ലേ, അപ്പം അവൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്യുന്ന ടൈം സൺഡേ ആണ്. അത് മാത്രമല്ല ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി, ഞങ്ങൾക്ക് വേറെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാനുള്ളത് പെട്ടെന്ന് ഇറങ്ങി. അവിടെ നിറയെ കൊന്ന പൂത്തിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടായിട്ട് പോലും വിഷുവിനൊന്നും എനിക്ക് കണി കഴിക്കാൻ കൊന്നപ്പൂ കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ച് എങ്ങോട്ട് പോവുക, അടുത്ത റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. അത് എൻ്റെ അച്ഛൻ്റെ അനുവേൻ്റെ അച്ഛൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലല്ല ഞങ്ങൾ ഞങ്ങൾ പോയത് ഡെക്കാത്തലുണ്ട്. ചുമ്മാ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഈ വാട്ടർ ബോട്ടിൽ അതൊക്കെ മേടിക്കുന്നത്. അനുവേട്ടൻ കുറച്ച് സാധനങ്ങൾ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്ര ഇനിയാണ്. അപ്പോൾ നമുക്കത് മനമാകെ നിറയും മഴവിൽ നീയാണേ, മധുരം തൂവും മഴയും നീയാണേ, കാതാകെ കേൾക്കും പാട്ടിൽ നീയാണേ, നീട്ടും വിരലുകളെന്നും ഞാനാണേ, ഞാൻ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചൂറുന്നു, മിഴിയിൽ നീ അകലെ
അച്ഛൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലെത്തി. ആദ്യത്തെ റിലേറ്റീവിൻ്റെ വീടാണ്. ഒരു വാസമില്ല കിളയന്മേൽ ഒരു വാസമുള്ള പൂവാസമതിശയമേ അലകടൽ തந்த മേഘത്തിൽ சிறுதுளி கூட உப்பில்லை மழை நீரும் அதிசயமே மின்சாரம் இல்லாமல் மிதக்கின்ற தீபம் போல் மேனி கொண்ட மின்மினிகள் அதிசயமே உடலுக்குள் எங்கே ഉയരുള്ളതെൻപതും ഉയരുക്കുൾ. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം വീട്ടിലെത്തി കഴിഞ്ഞിട്ട് എന്തായിരുന്നു, പിന്നെ ഒന്നുമില്ലായിരുന്നു പ്രത്യേകിച്ച്. എല്ലാവരും പോയി കിടന്നുറങ്ങി. ഗുഡ് നൈറ്റ്. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് വീഡിയോ ഒരു ബിറ്റ് ഇട്ടേക്കുന്ന അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ ഞങ്ങൾ തിരിച്ചു പോയി. അമ്മയ്ക്കും അച്ഛനും ഐ ടെസ്റ്റ് ചെയ്തു, ഞാനും ഐ ടെസ്റ്റൊക്കെ ചെയ്ത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുറച്ച് പവർ കൂടിയെന്ന് മാത്രമുണ്ട്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.